വെൽക്കം ബാക്ക് ടു മൈ സിംഗപ്പൂർ വ്ലോഗ്. അപ്പോൾ എനിക്ക് നാട്ടിൽ വെച്ച് തുടങ്ങാൻ പറ്റിയില്ല. ഹലോ ഗൈസ്, ഞങ്ങൾ നിൽക്കുന്നത് സിംഗപ്പൂരാണ്. നമ്മൾ എത്തിയോ? നമ്മൾ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. ശരി ഓക്കെ. അപ്പോൾ ആദ്യം നാട്ടിൽ നിന്ന് ഇൻട്രോ പറയാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു 11:15 ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളൊരു 4.5 hours ജേണിയാണ് ട്രിവാൻഡ്രം ടു സിംഗപ്പൂർ. ലൈക്ക് അവിടെ ഇവിടെയും തമ്മിലൊരു 2.5 hours ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ 11:15 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 12:15, 1:15, 1:45 ഒക്കെ ആയി. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 5:45, 6 ഒക്കെ ആയി. ഇപ്പം ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയെടുത്ത് തന്നെ പോകാം. രാത്രി ഒരു 7:45 ആയപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോകാൻ ഇറങ്ങി. ക്രിസ്മസ് കഴിഞ്ഞു, നാളെ ന്യൂ ഇയർ ആണ്. സോ അതിൻ്റെ കുറച്ചൊക്കെ ഒരുക്കങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് കാണാം. എയർപോർട്ട് എത്താറായപ്പോഴേക്കും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ സമയത്തിന് എത്തുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ കറക്റ്റ് സമയത്തിന് തന്നെ എത്തി. നമ്മൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും എയർപോർട്ട് എത്തി. അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇനി ബഗേജ് ഡ്രോപ്പ് ചെയ്യൽ ചടങ്ങാണ്. നമ്മൾ പോകുന്നത് സ്കൂട്ട് എയർലൈൻസിലാണ്. സോ അതിൽ ബഗേജ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനത്തെ ഓപ്ഷൻ നോക്കി എടുത്താൽ മതി. സോ ഒരു 20 kg വരെ നമുക്ക് ബഗേജ് ഡ്രോപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. അല്ലാത്ത പക്ഷം നമുക്ക് ക്യാബിൻ ബാഗായിട്ട് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ ബഗേജൊക്കെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള ചടങ്ങെന്ന് പറഞ്ഞത് ഇമിഗ്രേഷനാണ്. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോയി. പിന്നെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ചെറിയ അലങ്കാരങ്ങളൊക്കെ അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വലുതായിട്ടൊന്നുമില്ല. ഏത് എയർപോർട്ടാണിത്? സ്കൂട്ട്. നമ്മൾ പോകുന്ന ഫ്ലൈറ്റിന്റെ പേര് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്. ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്. നമുക്ക് സിംഗപ്പൂരിൽ പോയിട്ട് വരാമേ. ഓക്കെ, ബൈ, നെക്സ്റ്റ് ടൈം. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ വിചാരിച്ചു ലൗഞ്ചിൽ കയറി ഫുഡ് കഴിച്ചാലോ എന്ന്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ലൗഞ്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയാണെന്ന് കണ്ടില്ല. ഏതൊക്കെയോ ഒരു വഴിയിലൂടെ പോയപ്പോഴും ലൗഞ്ച് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്രാവശ്യം കണ്ടുപിടിച്ചു. പിന്നെ അകത്ത് കയറിയപ്പം വലിയ സ്പേസ് ഒന്നും ഇല്ല. എന്നാലും ഫുഡ് സെക്ഷനിലോട്ട് പോയി ഫുഡൊക്കെ എൻജോയ് ചെയ്തു. നല്ല ടേസ്റ്റായിരുന്നു എല്ലാ ഫുഡിനും. ഇത് നമ്മുടെ കയ്യിലുള്ള ബാങ്ക് കാർഡ് സ്വൈപ്പ് ചെയ്ത് നമുക്ക് ബാങ്ക് തരുന്ന ഒരു പ്രിവിലേജാണ് ഇങ്ങനെ ലൗഞ്ചസിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ആക്സസ് ചെയ്യാനുള്ളതൊക്കെ. പിന്നെ സൂപ്പൊക്കെ കുടിച്ചു. സൂപ്പൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അല്ലാതെ റൈസും മീൻ കറിയും പൊറോട്ട പാസ്ത അതൊക്കെ എൻജോയ് ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു ഗ്രീൻ ടീ ഒക്കെ സിപ്പ് ചെയ്തിരിക്കുമ്പോഴാണ് നമുക്ക് ബോർഡിങ്ങിനുള്ള സമയമായെന്ന് അവിടെ അനൗൺസ് ചെയ്തത്. അപ്പോൾ നമ്മൾ നേരെ ബോർഡിങ് ഗേറ്റിൻ്റെ അടുത്തിട്ട് പോയി. ഫസ്റ്റ് കയറാമെന്നൊക്കെയുള്ള ഒരു ഇതിലാണ് പോയത്. അപ്പം അങ്ങോട്ടേക്ക് പോയി. പക്ഷെ നമ്മളെ വിളിച്ചത് ഏകദേശം ലാസ്റ്റൊക്കെ ആകാറായപ്പോഴാണ്. സോ ഇതാണ് നമ്മൾ പോകുന്ന ഫ്ലൈ സ്കൂട്ട് എയർലൈൻസ്. സോ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുവാണ്. പിന്നെ ഇടയ്ക്കും ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നും ഒരിക്കൽ കൂടെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറി സമാധാനമായിട്ട് ഇരിക്കുകയായിരുന്നു. എനിക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടി, നേരത്തെ പോലെ. കാരണം കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു സുഖക്കുറവാണ്. അപ്പം സൈഡ് സീറ്റ് തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ ലെഗ് സ്പേസ് ഒക്കെ കുറവാണ്, വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് ഇരിക്കേണ്ടി വരും. പിന്നെ സീറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒട്ടും തന്നെ വലിയ കുഷൻ ഒന്നുമില്ല. അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. കാരണം ഇത് ഒരു ബഡ്ജറ്റ് എയർലൈൻ ആണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട്. നമ്മളിരുന്ന സീറ്റിൻ്റെ ഫ്രണ്ടിലെ ഫുഡ് ട്രേ ഓപ്പൺ ചെയ്തപ്പോഴായിരുന്നു ആരോ ചുയിങ്കം കഴിച്ചിട്ട് അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഭയങ്കര മോശമാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ സൈഡിൽ കൂടെ നോക്കിയപ്പോഴത്തേക്ക് ആ വിങ്സിൻ്റെ അറ്റത്ത് കണ്ട ഈ ഒരു പെങ്കൊച്ചിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി എനിക്ക് ഇങ്ങനെ പറക്കുന്ന ആ ഒരു ഫോട്ടോ. പിന്നെ പതുക്കെ പുഷ് ബാക്ക് ചെയ്തു. ഇനി ടേക്ക് ഓഫിനുള്ള
ഇതിന് വേണ്ടിയിട്ട് റൺവേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്ലെയിന്. മിക്ക ഫ്ലൈറ്റ്സിലും കൂളിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ ഒരു ഇത് ഓൺ ചെയ്യുന്നതിൻ്റെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് പുകച്ച് പുറത്ത് ചാടിക്കുന്ന അവസ്ഥയായിരുന്നു. അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊതുകുനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി കോർപ്പറേഷനിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ വന്ന് സ്പ്രേ ചെയ്യില്ലേ, അതേ ഒരു എഫക്റ്റായിരുന്നു. ഒരു വേള ഞാൻ പേടിച്ച് തന്നെ പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ എൻജിൻ എന്തെങ്കിലും തകരാറായിട്ട് അതിൻ്റെ സ്മോക്കും എല്ലാം ആണെന്ന് കാരണം അത്രയും സ്മോക്കായിരുന്നു. പിന്നെ ടേക്ക് ഓഫിനുള്ള സമയമായി. അങ്ങനെ പതുക്കെ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഒരു 4-4.5 മണിക്കൂറിന് ശേഷം സിംഗപ്പൂരിലെത്തും. അങ്ങനെ പതുക്കെ ഏകദേശം ഒരു 5:30 ആയപ്പോഴത്തേക്ക് സിംഗപ്പൂരിൻ്റെ ഒരു ഭാഗം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു, നമുക്കിനി ലാൻഡ് ചെയ്യാൻ വരും 1/2 മണിക്കൂർ കൂടി മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ പറഞ്ഞതിൽ നിന്നും ഒരു 4.5 മണിക്കൂർ പറഞ്ഞതിൽ നിന്നും ഒരു നേരത്തെയാണ് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു 6 മണിയൊക്കെ ആയപ്പം സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്തു. വിച്ച് മീൻസ് നമുക്ക് പറഞ്ഞതിൽ നിന്നും ഒരു 15 to 20 മിനിറ്റ്സ് ഏർലിയറാണ് നമ്മൾ ലാൻഡ് ചെയ്തത്. ഇനി നമുക്ക് എയർപോർട്ടിൽ ഉള്ളിലേക്ക് കയറി ഫസ്റ്റ് നമ്മുടെ ഇമിഗ്രേഷൻ കഴിയണം. ഇവിടുത്തെ ഇമിഗ്രേഷൻ സിസ്റ്റം ഒക്കെ ഭയങ്കര ഫാസ്റ്റാണ്. ഈ ഗേറ്റ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് പാസ്പോർട്ട് സ്കാൻ ചെയ്യുക, നമ്മുടെ ഐ ഒന്ന് കണ്ണുകൊണ്ട് ഒന്ന് സ്കാൻ ചെയ്യുക, കഴിഞ്ഞു. പെട്ടെന്ന് കാര്യമൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് ബഗേജ് കളക്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഡ്യൂട്ടി ഫ്രീ തന്നെ ആ ഒരു അറൈവൽ ഗേറ്റിൻ്റെ ആ സൈഡിൽ തന്നെ ഇഷ്ടം പോലെ കടകളുണ്ട്. ഇപ്പോൾ അങ്ങനെ ബഗേജ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം വെയിറ്റിംഗ് ഏരിയയിൽ നമ്മുടെ ഡ്രൈവറിനെയും കാത്തിരിക്കുകയാണ്. കാരണം ഇനി ഹോട്ടലിൽ പോയിട്ട് വേണം നല്ല രീതിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ. കാരണം അത്രത്തോളം ജെറ്റ് ലാഗ് ഉണ്ട്. സോ നല്ല തലവേദന, നല്ലപോലെ ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് വേണം ഇന്നത്തെ ഐറ്റിനറി പ്രകാരമുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഹോട്ടലെത്തി. സോ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. സിംഗപ്പൂർ കിച്ചണറിലുള്ള നോവോട്ടൽ ഹോട്ടലിലാണ്. സോ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസ് ആ ഹോട്ടൽ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇതാണ് നമ്മുടെ റൂം നമ്പർ 18 18th ഫ്ലോറിലാണ്. സോ കയറിയപ്പോൾ ഉടനെ നമുക്ക് ഫസ്റ്റ് എപ്പോഴും ബാത്റൂം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ ഒന്ന് ജസ്റ്റ് റൂം അല്ല ടോയ്ലറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. പിന്നെ ഇനി റൂമൊക്കെ ഒന്ന് നോക്കണം. നല്ല അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂം തന്നെ ആയിരുന്നു. അത്യാവശ്യത്തിന് വലിയ ബെഡ്, പിന്നെ നല്ല വലിപ്പമുള്ളൊരു TV, പിന്നെ ഒരു വാർഡ്രോബ് ഏരിയ, പിന്നെ അതിനകത്തൊരു അയണിങ് ബോർഡ് കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. തൊട്ട് താഴേക്ക് നോക്കിയപ്പോൾ പിന്നെ സ്വിമ്മിംഗ് പൂളും കാണാൻ പറ്റി. അതും നല്ല വലിപ്പത്തിനുള്ളത് സ്വിമ്മിംഗ് പൂള് 2 പാർട്ടായിട്ടാണ്. ഒന്ന് എനിക്ക് തോന്നുന്നു കിഡ്സിനൊക്കെ കൂടെ ഉള്ളതായിരിക്കണം. പിന്നെ എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് ചെയ്യാനുള്ളൊരു ടേബിള്, പിന്നെ ചായ ഇട്ട് കുടിക്കാൻ കെറ്റിൽ, ടീ ബാഗൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു കൗച്ചും കൂടെ ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ. നമ്മൾ ചെക്ക് ഇൻ ചെയ്ത സമയത്ത് തന്നെ അവിടെ പറയുന്നുണ്ടായിരുന്നു 10:30 വരെ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ വിചാരിച്ചു നമുക്ക് കഴിച്ചിട്ട് വന്ന് റെസ്റ്റ് എടുക്കാമെന്ന്. അങ്ങനെ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വെച്ച് പിടിപ്പിച്ചു. നല്ല വിശാലമായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ക്വിസിൻസും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ഇന്ത്യൻ തന്നെയാണ് എടുത്തത്. കാരണം വേറെ ഒന്നും കഴിച്ച് വേറെ കേടാക്കണ്ട, വന്നതല്ലേ ഉള്ളൂ, പിന്നെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം ഇന്ത്യൻ കഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലി, സാമ്പാർ, ദോശ, ബോണ്ട അതൊക്കെ തന്നെയായിരുന്നു, ഉപ്പുമാവ് അതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് വലിയ ഒരു ഫീൽ തോന്നിയിട്ടില്ല. ഇച്ചിരിയെങ്കിലും ഭേദമായിട്ട് തോന്നിയത് ഉപ്പുമാവാണ്. പിന്നെ ഒരു കോഫി കുടിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇനി പോയി കിടന്നുറങ്ങണം. അപ്പോൾ 2 മണിക്കൂർ കിടന്നുറങ്ങി. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് പിക്കപ്പ് ടൈം ഒരു 2 മണിക്കാണ്. സോ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് നിൽക്കണമെന്ന്. സോ നമ്മൾ പോയി നേരെ കിടന്നുറങ്ങി, പിന്നെ റെഡിയായി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. സോ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.